ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നതിന് മുൻപ് നല്ലൊരു അടിപൊളി ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ എപ്പോഴും നല്ല സ്മെല്ലുണ്ടാകും കേട്ടോ. അപ്പോൾ അതിനുതകുന്നൊരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നല്ല സ്മെല്ലുള്ള പൗഡർ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാധാരണ പച്ചവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയെടുക്കാം. അല്ല നിങ്ങൾ ഇതുപോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഡ്രസ്സിലൊക്കെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നിങ്ങൾ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഡ്രസ്സിലൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൗഡർ നന്നായി അതിലൊന്ന് അലിയണം കേട്ടോ, അല്ലെങ്കിൽ പൗഡർ മുകളിലായി ഒരു പൊടി പോലെ നിൽക്കും കേട്ടോ, ഇതുപോലെ നിൽക്കും. അപ്പം ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രം. അപ്പം നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടണം, എങ്കിലേ കറക്റ്റ് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൗഡറിൻ്റെ സ്മെല്ല് നമ്മൾ അണ്ടർ ആംസിൻ്റെ അവിടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടി നല്ലൊരു സ്മെല്ല് ഡ്രസ്സിന് എപ്പോഴും വേണമെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ ടിപ്പ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതിപ്പോൾ ഞാൻ പൗഡർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് കംഫർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. കംഫർട്ട് ഇതേപോലെ കുറച്ച് പച്ചവെള്ളത്തിൽ നന്നായി ഒന്ന് ഡിസോൾവ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഡ്രസ്സിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാകും കേട്ടോ ഡ്രസ്സിലൊക്കെ. അപ്പോൾ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ പൂപ്പലിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ അയൺ ബോക്സിൻ്റെ ആണ് കേട്ടോ. അയൺ ബോക്സ് നമ്മൾ സാധാരണ മടക്കി വെക്കൽ ഇതുപോലെ അലക്ഷ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്ത് റോളാക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ അയൺ ബോക്സ് നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ വയറിൻ്റെ അടിയിൽ അതിൻ്റെ ചൂട് തട്ടിയിട്ട് വയറുരുകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം റോളാക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഷെൽഫിലൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പൗഡർ ഇതിൽ തൂവി കൊടുക്കുകയാണെങ്കിലും ആ ഒരു കുത്തുന്ന സ്മെല്ല് ഒഴിവാകും. അതുപോലെ തന്നെ കൂറയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കിട്ടും കേട്ടോ. കൂറ ഗുളിക ഒന്നും വെക്കേണ്ട കാര്യമില്ല. അതുപോലെ പൗഡറൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു